ഫ്ലിപ്കാർട്ടിലെ ബിഗ് ബില്യൺ ഡേയ്സും ആമസോണിലെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സെയിൽസും തുടങ്ങാനായിട്ട് ഇനി ഒരു ദിവസമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത്തരം സെയിലുകളിൽ കുറേ പേരെങ്കിലും വാങ്ങാൻ കാത്തിരിക്കുന്നത് ഐഫോൺ ആയിരിക്കും. ഒരിക്കലും ഐഫോൺ 13 ഐഫോൺ 13 താഴെയുള്ള ഫോണുകളോ വാങ്ങരുത്. ബെസ്റ്റ് ചോയ്സ് ഐഫോൺ 16 ആണ്. ഐഫോൺ 16 താഴെയുള്ള ഒരു മോഡലുകളിലും ആപ്പിൾ ഇന്റലിജൻസോ അതുപോലെ തന്നെ സ്പേഷ്യൽ വീഡിയോ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ സ്പേഷ്യൽ വീഡിയോനെ നമുക്ക് ഒഴിച്ചു നിർത്താം. എന്നാൽ പോലും ആപ്പിൾ ഇന്റലിജൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐഫോൺ 16 താഴെ ഒരിക്കലും എടുക്കരുത്. ആപ്പിൾ ഇന്റലിജൻസ് ഇതുവരെയായിട്ട് ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ChatGPT ജെമിനയോ യൂസ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐഫോൺ 15 മതി. മറ്റൊരു കാര്യം, ഇതിലൊക്കെ ഏറ്റവും വില കുറച്ച് കാണിച്ചിരിക്കുന്നത് ഐഫോണിന്റെ 128GB വേരിയൻസിനായിരിക്കും. ഐഫോൺ 15 മുതൽ 48 മെഗാ പിക്സൽ ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഡിഫോൾട്ട് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 24 മെഗാ പിക്സൽ ആണ്. അത് നല്ല സൈസ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ മെമ്മറി പെട്ടെന്ന് തന്നെ ഫിൽ ആവും. അതുകൊണ്ട് 128GB എന്നുള്ളത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. മിനിമം 256GB ഫോൺ എടുക്കുക. ആൻഡ്രോയിഡിൽ കണ്ട നല്ലൊരു ഡീല് സാംസങ്ങിന്റെ S24 FE ആണ്. ബാറ്ററി ബാക്കപ്പിന്റെ കാര്യത്തിലും ഗെയിമിങ്ങിന്റെ കാര്യത്തിലും മാത്രമാണ് ഇത് കുറച്ച് പിന്നിലേക്ക് നിൽക്കുന്നത്. പക്ഷേ യൂസർ എക്സ്പീരിയൻസിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ക്യാമറയുടെ കാര്യത്തിലും വളരെ നല്ലൊരു ഫോണാണ് സാംസങ് S24 FE. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ SoC വെച്ചുകൊണ്ട് സാംസങ് S24 വരുന്നുണ്ട്. പക്ഷേ FE-നേക്കാളും കുറച്ചുകൂടി ബാക്കപ്പ് കുറവായിരിക്കും S24. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ബെറ്റർ ചോയ്സ് S24 FE ആണെന്നാണ്. നല്ല ക്യാമറ, നല്ല സോഫ്റ്റ്വെയർ, ഈ ഒരു രണ്ട് കാര്യം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ എടുക്കാൻ പറ്റില്ല മറ്റൊരു നല്ല ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നത്തിങ്ങിന്റെ ഫോൺ 3A Pro ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നത്തിങ് 3A എടുത്താലും കുഴപ്പമില്ല. പക്ഷേ 3A Pro ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല മാക്രോ ഫോട്ടോഗ്രാഫി ഒക്കെ നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞത് രണ്ടും നല്ല ക്യാമറയും നല്ല യൂസർ എക്സ്പീരിയൻസും തരുന്ന ഒരു മിഡ് റേഞ്ച് ഫോണുകളാണ്. അല്ല നിങ്ങൾക്ക് മിഡ് റേഞ്ച് ഫോണുകളിൽ തന്നെ നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ഉള്ള ഒരു ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഐക്യൂടെ നിയോ 10 എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിൽ സ്നാപ്ഡ്രാഗൺ 8S Gen 4 ആണ് വരുന്നത്. നല്ലൊരു ചിപ്സെറ്റ് ആണ്. മാത്രമല്ല 7000 mAh ബാറ്ററിയും വരുന്നുണ്ട്. ലാപ്ടോപ്പുകളുടെ കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ പെർഫോമൻസ് കിട്ടിയിട്ടുള്ളത് AMD പ്രോസറുകൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പുകൾ ഉപയോഗിക്കുമ്പോഴാണ്. ഞാൻ ഇപ്പോഴും അത് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്, ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ വരുന്ന മിക്കവാറും ലാപ്ടോപ്പുകൾ ഇന്റഗ്രേറ്റഡ് റാം ആണ് വരുന്നത്. അതായത് റാം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത്തരം ലാപ്ടോപ്പുകൾ നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന റാം ഉള്ള ലാപ്ടോപ്പുകൾ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും സേഫ്. പിന്നെ ക്രോം ബുക്ക് വാങ്ങാതിരിക്കുക. അതുപോലെ തന്നെ AMD Ryzen 3 അതുപോലെ Intel Core i3 ഇതിന് താഴെയുള്ള പ്രോസറുകൾ വരുന്ന ലാപ്ടോപ്പുകൾ നിങ്ങൾ വാങ്ങാതിരിക്കുക. വില കുറവുണ്ടെന്ന് വെച്ചിട്ടും അത് വാങ്ങിയോണ്ട് തീരെ പെർഫോമൻസ് ഉണ്ടാവില്ല. അതിലും നല്ലത് ഒരു കസ്റ്റം ബിൽഡ് PC ആണ്. ആ ഒരു വിലയുടെ കുറവിലും വിലയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അസംബിൾഡ് PCs ഓൺലൈനായിട്ട് വാങ്ങാതിരിക്കുക. നിങ്ങൾക്ക് PC അസംബിൾ ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു ഓഫ്ലൈൻ സ്റ്റോറുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവർ മുഖേന ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. വാച്ചുകളുടെ കാര്യം ചോദിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാച്ചുകൾ വാങ്ങുമ്പോൾ എപ്പോഴും അതിന്റെ റിവ്യൂ, റേറ്റിംഗ്, അതിന്റെ താഴെയുള്ള കമന്റ്സ് ഇതെല്ലാം ശ്രദ്ധിച്ച് വാങ്ങുക. നമ്മളത് ഒറിജിനൽ ആണോ എന്ന് അറിയാനായിട്ട് വേറെ മാർഗ്ഗങ്ങളൊന്നും ഓൺലൈനിൽ നമുക്കില്ല. അതിന്റെ സെല്ലർ ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാലും നിങ്ങൾ Casio വാങ്ങണമെന്നുണ്ടെങ്കിൽ 4 പോയിന്റ് റേറ്റിംഗിൽ കുറവുള്ള ഒറ്റ വാച്ചുകളും നിങ്ങൾ വാങ്ങരുത്. ഓഫർ കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന 2 G-Shock വാച്ചുകൾ GA 2100 അതുപോലെ തന്നെ G5600 സീരീസിലുള്ള വാച്ചുകളും ആയിരിക്കും. ഞാൻ പറഞ്ഞ പ്രോഡക്ട്സിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേട്ടാ.